നമസ്തേ. നമ്മൾ പ്രവേശികയിലുള്ള ഒന്നാമത്തെ പേപ്പറിൽ നാലാമത്തെ പാഠം ചിരന്തൻ ജീവൻ ചക്ര എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് ശ്രീ സുമിത്രാനന്ദൻ പന്ത്ജിയാണ്. പ്രശ്നവും के उत्तर एक या दो वाक्यों में लिखिए. തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതുക. കവി സുമിത്രാനന്ദ് പന്ത് के अनुसार मानव को किस पर निर्भर रहना चाहिए. കവി സുമിത്രാനന്ദൻ പന്ത് പറയുന്നതനുസരിച്ച് മനുഷ്യൻ ഏതിലാണ് എപ്പോഴും മുഴുകിയിരിക്കേണ്ടത്. കവി സുമിത്രാനന്ദൻ പന്ത് के अनुसार मानव को अपनी आत्मा पर निर्भर रहना चाहिए. കവി സുമിത്രാനന്ദൻ പന്ത് പറയുന്നതനുസരിച്ച് മനുഷ്യൻ എപ്പോഴും സ്വന്തം ആത്മാവിലാണ് മുഴുകിയിരിക്കേണ്ടത്. ജഗ്ജീവൻ കെ ബാരെ മേ കവി സുമിത്രാനന്ദ പന്ത് കാ വിചാർ ക്യാ ഹെ. ഈ ജീവിതത്തെക്കുറിച്ച് സുമിത്രാനന്ദ പന്തിൻ്റെ ചിന്ത എന്താണ്? ജഗ്ജീവൻ ഗുൺ ദോഷവും സെ യുക്ത് ഹെ. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഗുണത്തിൻ്റെയും ദോഷത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്. ചിരന്തൻ ജീവൻ ചക്ര കവിത കെ അനുസാർ ബട്ടി ഘൃണാക്കോ കിസ്സെ ബരാജ സക്ത ഹെ. ഈ പാഠത്തിനനുസരിച്ച് വളരുന്ന വെറുപ്പ് എന്നുള്ളത് ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? ബട്ടി ഘൃണാക്കോ പ്രേംസെ ബരാജ സക്ത ഹെ. ഈ വളർന്നു വരുന്ന വെറുപ്പ് എന്നുള്ളത് സ്നേഹത്തിൽ നിന്നും നിറഞ്ഞിരിക്കുന്നതാണ്. കവി സുമിത്രാനന്ദ പന്ത് കെ അനുസാർ ദൂസരോം കാ അവഗുൺ കൈസെ ദൂർ കിയാ ജാ സക്ത. കവി സുമിത്രാനന്ദ പന്ത് പറയുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അവഗുണങ്ങളെ എങ്ങനെയാണ് ദൂരീകരിക്കാനായി കഴിയുക? അപ്നെ ഗുൺപൂർണ്ണ വ്യവഹാർ സെ ദൂസരോം കാ അവഗുൺ ദൂർ കിയാ ജാ സക്ത ഹെ. നമ്മളുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ അവഗുണങ്ങളെ നമ്മൾക്ക് ദൂരീകരിക്കാനായി കഴിയും. ചിരന്തൻ ജീവൻ ചക്ര എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ ചോദ്യമാണ് കവിതയുടെ സാരാംശം എഴുതാൻ. അതിലാദ്യം കവി പരിചയം എന്നുള്ള ജീവനിയാണ്. ശ്രീ സുമിത്രാനന്ദ പന്ത്ജി കാ ജന്മ പ്രകൃതി കി ഗോദമേം ബീത്ത. ശ്രീ സുമിത്രാനന്ദ പന്ത്ജിയുടെ ജന്മം പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെയായിരുന്നു. ജന്മസേഹി മാതൃഹീൻ പന്ത് അപ്നെ പിതാ ഓർ ദാദി കി സ്നേഹ ഛായമേ പല. ജന്മം കൊണ്ട് തന്നെ അമ്മ മരിച്ചുപോയ പന്ത്ജി തൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹത്തിൻ്റെ തണലിലാണ് വളർന്നത്. ബച്ചപ്പൻ സേഹി കവിത ലിഖ്നെ ലഗി. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതുവാനായി തുടങ്ങി. സാഹിത്യക് പരിചയ. ശ്രീ സുമിത്രാനന്ദ പന്ത് ഛായ തഥാ പ്രഗതിവാദ് കെ പ്രവർത്തകോ മേം സെ മാനെ ജാത്തെ ഹെ. ശ്രീ സുമിത്രാനന്ദ പന്ത്ജി ഛായാവാദിൻ്റെയും പ്രഗതിവാദിൻ്റെയും പ്രവർത്തകന്മാരിൽ ഒരാളാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ പ്രകൃതിക്ക് സുകുമാർ കവി ഹെ. പ്രകൃതിയുടെ വളരെയധികം മനോഹരമായ കവിയാണ് അദ്ദേഹം. സരൾ സരസ് മധുർ ഭാഷ തഥാ സുന്ദരതം ശൈലിമേ ഖടി ബോലി ഹിന്ദി കോ ലാളിത്യ ദേനെ കി പ്രകൃതിയിന്മേ വികസിത് ഹുയി थी. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെയധികം സരളവും സരസവും മധുരമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് പ്രകൃതിയിൽ തന്നെ വികസിതമാവുകയും ചെയ്തു. यद्यपि पंत जी का गद्य कृतियों महत्वपूर्ण मानी गई है, लेकिन उनमें भी उनका कवि व्यक्तित्व की प्रभावी है. പന്ത്ജിയുടെ ഗദ്യകൃതികൾ വളരെയധികം മഹത്വപൂർണ്ണമായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കവിയുടെ വ്യക്തിത്വം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ആധുനിക് ഹിന്ദി കാവ്യ को नवीन सौंदर्यबोध, भाषा गौरव, भाव गौरव, भाषा सामर्थ्य तथा नया छंद विधान प्रदान करके मनमोहक കവി ടഹരെ ശ്രീ സുമിത്രാനന്ദ പന്ത്. പുതിയ ഹിന്ദിയിലെ കാവ്യത്തിൽ പുതിയ ഒരു സൗന്ദര്യബോധവും ഭാഷയുടെ ഒരു അഭിമാനവും ഭാവത്തിൻ്റെ അഭിമാനവും ഭാഷാ സാമർഥ്യവും പുതിയ ഒരു വൃത്തത്തിൻ്റെ രീതി കൊണ്ടുവരുന്നതിനും അദ്ദേഹം മനോഹരമായ കവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ നമ്മൾക്ക് അറിയാനായി കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ വീണ, പല്ലവ്, ഗുഞ്ചൻ, യുഗ്വാണി, ഗ്രാമ്യ, സ്വർണ്ണധൂലി, സ്വർണ്ണകിരൺ മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ഈ ചിരന്തൻ ജീവൻ ചക്ര എന്നുള്ള പാഠത്തിൻ്റെ സാരാംശമാണ് कविता परिचय. कोमल व मधुर कवि श्री सुमित्रानंद पंत जीवन की नश्वरता समझाते हुए जीवन में निर्भय होकर जीने तथा प्यार भरा जीवन बिताने का सलाह दिया गया. കോമളവും മധുരവും വളരെയധികം മധുരമായ കവി എന്നറിയപ്പെടുന്ന ശ്രീ സുമിത്രാനന്ദ പന്ത്ജി ജീവിതത്തിൽ നശ്വരത, ഈ നശിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നുകൊണ്ട് ജീവിതത്തിൽ പേടിയില്ലാതെ തന്നെ ജീവിക്കുന്നതിനും സ്നേഹം നിറഞ്ഞ ജീവിതം കഴിച്ചുകൂട്ടുന്നതിനും വേണ്ടിയുള്ള ഉപദേശമാണ് തരുന്നത്. പന്ത്ജി ഇസ് കവിതയ്ക്ക് ദ്വാര ജീവൻ കോ ജീനെ കാ പഥ് ദിഖാത്തെ ഹെ. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിനുള്ള വഴി എന്താണെന്നാണ് ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. നിർഭയമാനം. മനുഷ്യ കാ ജീവൻ കിസി കെ കഹനെ പർ നഹി രുക്ത വഹ് തോ ആകെ ബഡ്ത. മനുഷ്യൻ്റെ ജീവിതം ആര് പറഞ്ഞുകൊണ്ടും ഒരിക്കലും നിൽക്കില്ല, അത് മുന്നിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. इसमें चंचलता को स्थान देंगे तो कभी जी नहीं पाएगा. इसलिए कवി कहते हैं कि मनुष्य को सदा निर्भय रहकर इस पृथ्वी पर विचरना चाहिए. നമ്മൾക്കതിലൊരിക്കലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാകരുത്, അതിന് നമ്മൾ സ്ഥാനം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കവി പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ എന്നും പേടിയില്ലാതെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം.
മനുഷ്യ കോ അപ്നെ ആപ് പർ വിശ്വാസ് കർണ ചാഹിയെ. സ്വയം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. मन ही केंद्र है. कवि के अनुसार सत्य अविनाशी है. धरती पर रहने वाले चराचरों के साथ मनुष्य भी पूर्ण सत्य है. കവി പറയുന്നതനുസരിച്ച് സത്യം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ചരാചരങ്ങളോടൊപ്പം തന്നെ മനുഷ്യനും പൂർണ്ണമായ സത്യം എന്നുള്ളതാണ്. മനുഷ്യക്ക് ഈ ജീവൻ മേ കിസി വിരക്തി നഹി ഹോനാ ചാഹിയെ. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും വിരക്തി ഉണ്ടാവാനായി പാടില്ല. കിസിക്ക് അനുരക്ത് ബി നഹി ഹോനാ ചാഹിയെ. ആരുമായിട്ടും കൂടുതൽ ആകൃഷ്ടമാകാനും പാടില്ല. മനുഷ്യക്ക മൻഹി കേന്ദ്രഹി. മനുഷ്യ മനസ്സ് അവനവൻ്റെ മനസ്സാണ് അതിൻ്റെ പ്രധാന കേന്ദ്രബിന്ദു. മൻകോ തടസ്ത് രത്ന ചാഹിയെ. മനസ്സിൽ നമ്മൾ എപ്പോഴും ഒരു തടസ്സം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാനുള്ള ഒരു കഴിവുണ്ടാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ദുർഗുൺ ദൂർ കരോ. कवि श्री सुमत्रान पंत इस दुनिया में जीने का मार्ग समझाते हुए कहते हैं कि मनुष्य को शांत, दीर्घ, क्षमतामय, स्नेही, सहृदयത बनकर സച്ചേ സഹചർ കെ രൂപ में जीना चाहिए. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള വഴിയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അത് മനുഷ്യൻ ശാന്തമായും ധൈര്യത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നല്ല മനസ്സോടും കൂടി നമ്മൾ നല്ല സഹചാരികളായിക്കൊണ്ട് സാഹോദര്യ രൂപത്തിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. ജഗത് കാ ജീവൻ ഗുൺ തഥാ ദോഷ് ദോനോം കെ യുക്ത് ഹെ. ഈ ലോകത്തിലെ ജീവൻ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. ഇസ്ലിയെ അപ്നെ സദ്ഗുണവും സേ മനുഷ്യക്ക് ദുർഗുൺ ദൂർ കർണ ചാഹിയെ. അതിനാൽ നല്ല ഗുണങ്ങളുള്ള മനുഷ്യൻ ദുർഗുണങ്ങളിൽ നിന്നും ദൂരെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിരന്തൻ ജീവൻ ചക്ര. കവി ഇസ് ദുനിയ की रीति बताकर यहाँ सुख से जीने का मार्ग समझाते हैं. കവി ഈ ലോകത്ത് ജീവിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സുഖത്തിൽ ജീവിക്കാനുള്ള വഴിയാണ് മനസ്സിലാക്കി തരുന്നത്. ഗൃണ കർണേസെ ബഡ്തിരത്തി. വെറുക്കുന്നത് എപ്പോഴും വെറുപ്പ് മാത്രം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉസേ പ്രേം മാത്രസേ ഹി ഹടാ സക്തേ. സ്നേഹിക്കുക എന്നുള്ളത് മാറി നിൽക്കുന്നു. ജയ്സേ ദീപ് ദൂസരേ ദീപ് സേ ജൽത്താ ഹെ വൈസേ പ്രേം മാത്ര പർ നിർഭർ രഹത്താ. എങ്ങനെയാണോ ഒരു വിളക്കിൽ നിന്നും വേറൊരു വിളക്ക് കത്തിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ സ്നേഹത്തോട് അടങ്ങിയിരിക്കുന്നു. ദുനിയാമേം ആത്മ അക്ഷയഹി. ഈ ലോകത്ത് ആത്മ എന്ന് പറയുന്നത് അക്ഷയഖനിയാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. ശരീർ നശ്വർ ഹേ. ഈ ശരീരം നശിക്കുന്നതാണ്. ജീവൻ ചക്ര ചിരന്തൻ ഹേ. ജീവൻ ചക്ര എന്ന് പറയുന്നത് നിരന്തരം നടന്നു കൊണ്ടുപോകുന്ന ഒന്നാണ്. ആത്മാ അമർ ഹേ. ആത്മാവ് അമരമാണ്. ഇസ്ലിയെ ഹമേ സദാ ഹസ് ഹസ് കർ ജീന ചാഹിയെ. എന്നും നമ്മൾ ചിരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. മർത്തേ വക്ത് ബി ഹസ്തേ ഹുയെ മർന ചാഹിയെ. മരിക്കുന്ന സമയത്തും നമ്മൾ ചിരിച്ചത് കൊണ്ട് തന്നെ മരിക്കേണ്ടത് അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.